ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ബേസിസിൽ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഭയങ്കര നല്ലതാണ് നമുക്കൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ടെസ്റ്റിൻ്റെയുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് മുമ്പോട്ട് പോകാം. അപ്പോൾ 10 ചോദ്യങ്ങളാണ് ഈ ടെസ്റ്റിലുള്ളത്. നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ആൻസർ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ 10 ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം വായിക്കാം. ദ സീ ദാറ്റ് സെപ്പറേറ്റ്സ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കോണ്ടിനൻസീസ്. ഏഷ്യ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന കടലിൻ്റെ പേരെന്താണ്? ദ സീ ദാറ്റ് സെപ്പറേറ്റ്സ് ഏഷ്യ ആൻഡ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ഒരു പേപ്പർ എടുക്കുക, എഴുതി നോക്കുക, എന്നിട്ട് അവസാനം ഞാൻ ഉത്തരം പറയുമ്പോൾ എത്ര എണ്ണം ശരിയായി എന്നുള്ളത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ദ സീ ദാറ്റ് സെപ്പറേറ്റ്സ് ഏഷ്യ ആൻഡ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ഏതാണ് സീ? മെഡിറ്ററേനിയൻ ആണോ? റെഡ് സീ ആണോ? ജിയോഗ്രഫിയിൽ നിന്ന് ഈ പറഞ്ഞ ലൊക്കേഷൻ ബേസ്ഡ്, വേൾഡ് മാപ്പ് ബേസ്ഡ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കണം. എഴുതിയല്ലോ അല്ലേ? ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 2023 വേൾഡ് കപ്പ് ഹോക്കി വെന്യൂ എവിടെയാണെന്നാണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ കേട്ടവർക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ഹിന്ദു ന്യൂസ് റിവ്യൂ കേൾക്കണമെന്ന് പറയുന്നത്. 2023 വേൾഡ് കപ്പ് ഹോക്കി വെന്യൂ ഏത് രാജ്യത്താണെന്നോ സംസ്ഥാനത്താണെന്നോ രണ്ടും പറയാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല. അടുത്ത ചോദ്യം വായിക്കട്ടെ. ഓർഗനൈസേഷൻ ദാറ്റ് റെഗുലേറ്റ്സ് ദ ഷെയർ മാർക്കറ്റ് ഈസ്. ഏത് സ്ഥാപനമാണ് ഈ പറയുന്ന ഷെയർ മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്? എഴുതിയോ? ദ ഓർഗനൈസേഷൻ ദാറ്റ് റെഗുലേറ്റ്സ് ദ ഷെയർ മാർക്കറ്റ് ഏതാണത്? RBI, PFRDA, IRDA, SEBI ഏതാണെന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ഭൂതത്താൻകെട്ട് ഡാം സിറ്റുവേറ്റഡ്, ഭൂതത്താൻകെട്ട് അണക്കെട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് ജില്ലയിലാണ്? ഇടുക്കി, എറണാകുളം, കോട്ടയം ഏതാണെന്ന് നോക്കിയിട്ട് എഴുതണേ. എഴുതിയോ? ഭൂതത്താൻകെട്ട് ഡാം. അടുത്ത ചോദ്യം. ഹൂ ഫൗണ്ടഡ് ഹരിജൻ സേവക് സംഘ്? ആരാണ് ഹരിജൻ സേവക് സംഘ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്? സ്ഥാപകൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൂ ഫൗണ്ടഡ് ഹരിജൻ സേവക് സംഘ്? ആരാണ്? ബാലഗംഗാധർ തിലക്, ഗാന്ധിജി, അംബേദ്കർ? ആരാണ്? ഓപ്ഷൻസ് തരാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റീകളക്ട് ചെയ്യില്ല ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ എങ്ങനെ കേട്ട് പോവുകയുള്ളൂ. റീകളക്ട് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ തരാത്തത്. അടുത്തത് അൺ ടു ദ ലാസ്റ്റ് ഈസ് റിട്ടൺ ബൈ. അൺ ടു ദ ലാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകങ്ങളിലൊന്നാണ്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? അൺ ടു ദ ലാസ്റ്റ്. എഴുതിയല്ലോ. അടുത്തത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വെൻ ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. ഏത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് ഉണ്ടായത്? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വെൻ ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ആരാണ്? അറിയോ? എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചിലതൊക്കെ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത്. അടുത്തത് തെലങ്കാന സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് തെലങ്കാന സ്റ്റേറ്റ് എക്സിസ്റ്റൻസിലേക്ക് വന്നത്? ഏത് വർഷമാണ്? 2015, 16, 13, 14 ഏത് വർഷമാണ്? തെലങ്കാന സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ വിച്ച് ഇയർ? സിമ്പിൾ ചോദ്യമല്ലേ? അടുത്തത് ലാസ്റ്റ് ചോദ്യം, 10ാമത്തെ ചോദ്യമല്ലേ. മോസ്റ്റ് നമ്പർ ഓഫ് രഞ്ജി ട്രോഫി ടൈറ്റിൽസ് ഫോർ വിച്ച് ടീം? ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ രഞ്ജി ട്രോഫി ടൈറ്റിൽസ് ഉള്ളത്? രഞ്ജി ട്രോഫിയാണ് അവസാനത്തെ ചോദ്യം. അപ്പോൾ നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9. യെസ്, 10 ചോദ്യം. അതെ, കൃത്യമാണ്. എല്ലാം എഴുതിയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ദ സീ ദാറ്റ് സെപ്പറേറ്റ്സ് ദ ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കോണ്ടിനൻസ് ഈസ് റെഡ് സീ. റെഡ് സീ ആണ്. റെഡ് സീ. എല്ലാവരും നോക്കുന്നുണ്ടല്ലോ അല്ലേ? ചെങ്കടലാണ് ഉത്തരം. ദ സീ ദാറ്റ് സെപ്പറേറ്റ്സ് ദ ഏഷ്യ ആൻഡ് ആഫ്രിക്കൻ കോണ്ടിനൻസ് എന്ന് പറയുന്നത് റെഡ് സീ ആണ്. അടുത്ത ചോദ്യം. 2023 വേൾഡ് കപ്പ് ഹോക്കി വെന്യൂ
ഏതാണ്? ഇന്ത്യയാണ് ഹോസ്റ്റ്. ഏതാണ് സംസ്ഥാനം? ഒഡീഷയാണ്. ഒഡീഷ. ഇന്നാണ് തുടങ്ങുന്നത്. 13 ജനുവരി 2023 ആണ് ഇനോഗ്രൽ മാച്ച് ഉള്ളത്. 2023 ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്, ഇന്നത്തേതാണ്. അടുത്തത് ഓർഗനൈസേഷൻ ദാറ്റ് റെഗുലേറ്റ്സ് ദ ഷെയർ മാർക്കറ്റ്. ഏത് സ്ഥാപനമാണ് ഷെയർ മാർക്കറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഏതാണ്? സെബിയാണ്. സെബി. എന്താണ് അതിൻ്റെ എക്സ്പാൻഷൻ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റോക്ക് അല്ല കേട്ടോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ഭൂതത്താൻകെട്ട് ഡാം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഏത് ജില്ലയാണ്? എറണാകുളം. എറണാകുളമാണ്. ഇടുക്കിയല്ല കേട്ടോ, ഇടുക്കിയല്ല, കൺഫ്യൂഷൻ ആവരുത്. അടുത്തത്, ഹൂ ഫൗണ്ടഡ് ഹരിജൻ സേവക് സംഘ്? അംബേദ്കർ ആണോ? ഗാന്ധിയാണ്. ഗാന്ധിജിയാണ് ഹരിജൻ സേവക് സംഘ് ഫൗണ്ട് ചെയ്തത്. സ്ഥാപകൻ ഗാന്ധിയാണ്. അടുത്തത്, അൺ ടു ദ ലാസ്റ്റ് റിട്ടൺ ബൈ. ഗാന്ധിയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകങ്ങളിലൊന്നാണ്. ആരാണ്? ജോൺ റസ്കിൻ ആണ്. ജോൺ റസ്കിൻ. അൺ ടു ദ ലാസ്റ്റ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വെൻ ഇന്ത്യ ബിക്കേം ഇൻഡിപെൻഡൻറ്റ്? ആരാണ്? ക്ലെമൻ്റ് ആറ്റ്ലി ആണ്. ഡി അല്ല കേട്ടോ, അത് സി ആണ്. ക്ലെമൻ്റ് ആറ്റ്ലി. ആറ്റ്ലി എന്ന് ആലോചിച്ചാൽ മതി. ഒരു സംവിധായകൻ്റെ പേരുണ്ടല്ലോ, തമിഴ് സംവിധായകൻ്റെ പേരും ആറ്റ്ലി എന്നാണ്. ക്ലെമൻ്റ് ആറ്റ്ലി, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വെൻ ഇന്ത്യ ബിക്കേം ഇൻഡിപെൻഡൻറ്റ്. അടുത്തത്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ഇൻ വിച്ച് സ്റ്റേറ്റ്? വെസ്റ്റ് ബംഗാളാണ്. തെലങ്കാന സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് തെലങ്കാന സ്റ്റേറ്റ് നിലവിൽ വന്നത്? ഏതാണ്? 2014. ലാസ്റ്റ് ചോദ്യം, മോസ്റ്റ് നമ്പർ ഓഫ് രഞ്ജി ട്രോഫി ടൈറ്റിൽസ് ഫോർ വിച്ച് ടീം? മോസ്റ്റ് നമ്പർ ഓഫ് രഞ്ജി ട്രോഫി ടൈറ്റിൽസ് ഫോർ വിച്ച് ടീം? ഏതിനായിരിക്കും? ഇതൊക്കെ കുറേ കൂടി ഈസി ഗസ് വർക്ക് അല്ലേ? മുംബൈ ആണ്. മുംബൈ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ജോൺ റസ്കിൻ, ഗാന്ധി, ഇതൊക്കെ ഏതാണ്? സെബി, ഒഡീഷ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിൽ 10ൽ ഒരു 7 മാർക്കിന് മുകളിൽ സുഖമായിട്ട് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റാറ്റിക് ചോദ്യമാണ്. ഒന്ന് ഓർക്കേണ്ടത്, ഇത് പണ്ടത്തെ പോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമല്ല അങ്ങനെ തന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ റീകളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഈ സ്റ്റാറ്റിക് പോർഷൻസ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സെബി ആക്ട് ഈസ് പാസ്ഡ് ഇൻ 1992 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ റെഗുലേറ്റഡ് ബൈ സെബി എന്ന് ചോദിക്കും. അപ്പോൾ ഈ പറയുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫാക്ട്സ് മുഴുവൻ ഏതിലാവശ്യം വരും? ഇതിൽ എവിടെയാണ് അപ്ലിക്കബിലിറ്റി ഉള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിലാണ്. അതുകൊണ്ട് 10ൽ 7 കിട്ടിയവർ എന്താ പറയുക, നന്നായി സീരിയസ് ആയി നോക്കുന്നവരാണ്. എന്തായാലും മാർക്ക് കമൻറ്റ് ചെയ്തേക്ക്. മാർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാർക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഈ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് ഇനി നാളെയൊക്കെ ടെസ്റ്റ് വെക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.